നമസ്കാരം. കിഫ്ബി ഫണ്ടിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപ വകമാറ്റി രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായിട്ട് ചെലവഴിച്ച സംഭവത്തിൽ ധനകാര്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ക്രമക്കേടുകളാണ് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടാനെന്ന പേരിൽ രൂപീകരിച്ച ഒരു സാമ്പത്തിക സ്ഥാപനത്തെ കേവലം ഭരണപക്ഷത്തിൻ്റെ പ്രചരണ യന്ത്രമാക്കി മാറ്റുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അന്വേഷണ വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകളിലും അതോടൊപ്പം തന്നെ കവലകളിലുമൊക്കെ ഉയർന്ന കൂറ്റൻ ഫ്ലക്സുകളും ഡിജിറ്റൽ പരസ്യങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്കായിട്ട് ഭീമമായിട്ടുള്ള തുകയാണ് ഒഴുക്കിയത്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കേണ്ട ഈ പൊതുപണം അത് ഇത്തരത്തിൽ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ പരസ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചത് തീർച്ചയായിട്ടും ഭരണഘടനാപരമായിട്ടുള്ള തത്വങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാന പാതയോരങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ച ഇത്തരം ഫ്ലക്സ് ബോർഡുകൾക്ക് പിന്നിൽ നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ധനവകുപ്പ് സമഗ്രമായിട്ടുള്ള പരിശോധനകളാണ് നിലവിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് കൈമാറിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് വികസന ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് 240 കോടിയോളം രൂപയാണ് പ്രചാരണ ആവശ്യങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചത്. ഇതിൽ തന്നെ 140 കോടിയോളം രൂപ വിനിയോഗിക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയ അവസാന മാസങ്ങളിലായിരുന്നുവെന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിക്കുന്നതാണ്. യാതൊരുവിധ മുൻകൂർ അനുമതിയോ സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവുകളോ ഇല്ലാതെയാണ് ഇത്തരമൊരു ഭീമമായിട്ടുള്ള തുക അത് വകമാറ്റിയതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തുക എന്നത് മാത്രമായിരിക്കെ അതിനെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ ചുമതലകളൊക്കെ തന്നെ ബോർഡ് സ്വയം ഏറ്റെടുത്തത്. നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയ ഈ തുക വകമാറ്റൽ അത് വൻ അഴിമതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതെന്നും ധനകാര്യ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിൽ തെളിയുകയാണ്. ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയുള്ള വിപുലമായിട്ടുള്ള പ്രചരണങ്ങൾക്കായി വലിയൊരു തുക തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നും വകമാറ്റി നൽകിയത്. വോട്ടർമാരുടെ വാട്സപ്പ് സന്ദേശങ്ങളിലേക്ക് പ്രചാരണങ്ങളൊക്കെ തന്നെ എത്തുന്നതിനായിട്ട് മാത്രം 1/2 കോടിയോളം രൂപ ചെലവിട്ടു. കൂടാതെ 2 മാസത്തെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾക്കായിട്ട് 10 കോടിയിലധികം രൂപയും ജനപ്രിയ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ മുൻഗണനാടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ 4 കോടിയോളം രൂപയും അനുവദിക്കുകയുണ്ടായി. ദേശീയ പാതയോരങ്ങളിൽ യാത്രക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള വലിയ ഡിജിറ്റൽ ഫോർഡിങ്ങുകൾ സ്ഥാപിക്കാനായിട്ട് 4.5 കോടിയോളം രൂപ വേറെയും മാറ്റി. വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുവെന്ന വ്യാജേന നടന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലാഭങ്ങൾ മാത്രമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇതിനു പുറമെ കൺസൾട്ടൻസി സേവനങ്ങളുടെ മറവിൽ വോട്ടർമാരുടെ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ജനപ്രീതിയും അളക്കുന്നതിനുള്ള സർവേകളും ഫീൽഡ് തലത്തിലുള്ള വിവരശേഖരണങ്ങളുമൊക്കെ നടത്തിയത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ സർവേകൾ നടത്താൻ കിഫ്ബിക്ക് യാതൊരുവിധ നിയമപരമായിട്ടുള്ള അധികാരവുമില്ലെന്നിരിക്കെയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. വിവിധ സ്വകാര്യ ഏജൻസികൾ വഴിയാണ് ഈ വിവരശേഖരണങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയത്. ഏതെല്ലാം സ്വകാര്യ ഏജൻസികൾക്കാണ് ഈ തുക കൈമാറിയതെന്നും ഇത് ഏത് അക്കൗണ്ടിംഗ് ഹെഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കണ്ടെത്താനായിട്ട് നിലവിൽ സമഗ്രമായിട്ടുള്ള അക്കൗണ്ട് ഓഡിറ്റിംഗ് പുരോഗമിക്കുകയാണ്. അനാവശ്യമായ ഇത്തരം സർവേകൾക്കായിട്ട് കോടികൾ ഒഴുക്കിയത് അതുവഴി പൊതുമുതലിന് വലിയ നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും തദ്ദേശീയ വിപണിയിൽ നിന്നുമൊക്കെ തന്നെ ഉയർന്ന പലിശ നിരക്കിൽ വായ്പയെടുത്ത പണമാണ് ഇത്തരത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കായിട്ട് വകമാറ്റിയത്. ജനങ്ങളുടെ മേൽ വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച് നടത്തിയിരിക്കുന്ന ഈ പ്രചരണങ്ങൾ പക്ഷേ രാഷ്ട്രീയമായിട്ട് പ്രതീക്ഷിച്ച വിജയം കൈവരിച്ചതുമില്ല. ഭീമമായിട്ടുള്ള തുകകൾ ഒഴുക്കി പരസ്യങ്ങൾ ചെയ്തിട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തള്ളിക്കളയുകയായിരുന്നുവെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നത്. വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമാവുകയും അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൊതുമുതൽ ദുരുപയോഗം ചെയ്തും നിയമങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയും നടത്തിയ ഈ വൻ കൊള്ളയ്ക്കെതിരെ നിലവിലെ സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടെ നിയമവിരുദ്ധമായിട്ട് ഫണ്ട് വകമാറ്റാൻ ഉത്തരവിട്ടവരും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുമൊക്കെ വലിയ രീതിയിലുള്ള നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികൾ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതോടെ വകമാറ്റിയ പണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ വിവരങ്ങളുമൊക്കെ തന്നെ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചന.